അതാണ് ഭഗവാന് ഇഷ്ടവും. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം. എന്തായാലും നമുക്കിന്നത് പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാം. ഇന്ന് പ്രധാനപ്പെട്ട നല്ല വിശേഷ ദിവസങ്ങളാണിത്. നവരാത്രി, ലക്ഷ്മി പൂജ, സരസ്വതി പൂജ, ദുർഗാ പൂജ. ഇവിടെ ഒപ്പം നമ്മൾ പറഞ്ഞു, നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തഥോ ജയമുദീരേ. നമ്മൾ ഇന്നത്തെ ദിവസം നരനാരായണന്മാരെയും ഭഗവാനെയും ഭാഗവതത്തെയും വ്യാസമഹർഷിയെയും സരസ്വതി ദേവിയെയും സ്മരിക്കുന്നു. നാരായണം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തഥോ ജയം ഉദീരയേ. അതിൻ്റെ കൂടെ തന്നെ ശ്രേഷ്ഠനായ ഒരു ഭക്തനെ ഈ നവരാത്രികളിൽ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. സരസ്വതി ദേവിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ആരാണെന്ന് പറയാൻ പറ്റുമോ? ശ്രേഷ്ഠനായ ക്ലൂ തരാം അല്ലെ? സുധീഷ് ഇങ്ങോട്ട് ക്ലൂ തരാമെന്നാണോ പറഞ്ഞത്? മറ്റുള്ളവർക്ക് ക്ലൂ കൊടുക്കാമെന്ന്. ഭഗവാന്റെയും ഭക്തനാണ്. ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തൻ സരസ്വതി ദേവിയുടെ ശ്രേഷ്ഠനായ ശിഷ്യനുമായി. നാരദമുനിയാണോ? അതെ, ഹരേ കൃഷ്ണ. ക്ലൂ വ്യക്തമായി അല്ലേ? ക്ലൂ ഈ എന്താ പറഞ്ഞ കൺഫ്യൂസ്ഡ് ക്ലൂ തരുമ്പോഴാണ് കുറച്ചും കൂടെ ആലോചിക്കുന്നത് അല്ലേ? ഹരേ കൃഷ്ണ. നാരദ മഹർഷി സരസ്വതി ദേവിയെ എവിടെയെല്ലാം ഓർമ്മിക്കുന്നുവോ അവിടെ സരസ്വതി ദേവിയുടെ ഉത്തമനായ ശിഷ്യനെയും ഓർമ്മിക്കുന്നു. ആ ഉത്തമനായ ശിഷ്യൻ, സരസ്വതി ദേവി ഉത്തമനായ ശിഷ്യനായിട്ട് നാരദ മഹർഷിയെ സ്വീകരിച്ചത് തന്നെ ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനായതുകൊണ്ടാണ്. സരസ്വതി ദേവി പറയുന്നുണ്ട്, അങ്ങയെ കാണുന്നത് തന്നെ, തിരിച്ചു പറയുകയാണ് നാരദ മഹർഷിയോട്, അങ്ങയെ ദർശനം ചെയ്യുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ്. കാര്യം അങ്ങ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. എവിടെ പോയി കഴിഞ്ഞാലും, ശത്രുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും മിത്രത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും നാരദ മഹർഷിക്ക് ഒരു വാക്കേ നാവിലുള്ളൂ, നാരായണ നാരായണ നാരായണ. ആർക്കും ഒരു ദേഷ്യവും തോന്നിയിട്ടുമില്ല. എന്തിനാ പറയുന്നത്? ഹിരണ്യാക്ഷന്റെ അടുത്ത് പോയിട്ട് കൂടി നാരായണ നാമം ജപിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും നാരദ മഹർഷി എടുത്ത് നാരായണ എന്ന് ജപിക്കുന്നു ദേഷ്യപ്പെട്ടിട്ടില്ല. അത്രയും വിശിഷ്ടനായ ഒരു ഭക്തനായിരുന്നു നാരദ മഹർഷി. ആ നാരദ മഹർഷിയുടെ പൂർവകാല ജന്മത്തെക്കുറിച്ചും സരസ്വതി ദേവി എങ്ങനെ ശിഷ്യനായി എന്നുമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കേട്ട ഉൽപ്പത്തിയുടെ സ്ഥാനം അത് തുടങ്ങണം. ഭഗവാനിൽ നിന്ന് ഉൽപ്പത്തി ഉണ്ടാകുന്നു, സൃഷ്ടി നടക്കുന്നു. അതിൽ നിന്ന് ഭഗവാൻ മഹാവിഷ്ണുവായി ആവിർഭവിക്കുന്നു. മഹാവിഷ്ണുവിന്റെ നാഭി കമലത്തു നിന്നും ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നു. ബ്രഹ്മാവിന്റെ പ്രഭാവത്തിൽ പ്രജാസൃഷ്ടി നടത്തും. അപ്പം അവിടെ ബ്രഹ്മാവിന്റെ മടിത്തട്ടിൽ നാരദ മഹർഷി ഉണ്ടാവും. ആക്ച്വലി നാരദ മഹർഷിയെ സൃഷ്ടിക്കായിട്ട് വേണ്ടിയിട്ടാണ് നാരദ മഹർഷിക്ക് ജന്മം കൊടുത്തത്. അതിനു മുമ്പ് 4 കുമാരന്മാർക്ക് ജന്മം കൊടുത്തിരുന്നു: സനത്ത്, സനന്ദ, സനക, സനാതന. ഇവരെയും പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ജന്മം കൊടുക്കുന്നത്. പക്ഷേ ഈ കുമാരന്മാര് പറഞ്ഞു, വൈഷയിക സുഖങ്ങളിൽ ഏർപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പ്രായത്തിലോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല.
എന്നും ഇതേ പ്രായത്തിൽ ഈ കോണകം കൊടുത്ത് ചാടിക്കളിക്കുന്ന അതേ പ്രായത്തിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയും. അതുപോലെ നമുക്ക് ചില ഫോട്ടോകളിൽ കാണാൻ പറ്റും. വൈകുണ്ഠ ലോകത്ത് ജയവിജയന്മാരെന്ന ദ്വാരകാപാലങ്കാരന്മാരുടെ മുന്നിൽ 4 കുട്ടികൾ കോണകവും ഉടുത്തിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ചില ഫോട്ടോകളിൽ കാണാൻ പറ്റും. അങ്ങനെ കുമാരന്മാര് വിട്ടുപോയി. നാരദ മഹർഷി ബ്രഹ്മാവ് വീണ്ടും അടുത്ത ജന്മം കൊടുക്കുകയാണ് നാരദ മഹർഷിക്ക്. നാരദ മഹർഷി പറഞ്ഞു, ചേട്ടന്മാരുടെ വഴിയെ പോകാനാണ് എനിക്കും താല്പര്യം. ചിന്തിക്കണം, അത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത്രയേറെ വിഷയാസക്തി ഉള്ളതാണ് ഭൗതിക ജീവിതം. ആ ജീവിതത്തിനോട് ശ്രേഷ്ഠന്മാരായ വ്യക്തികൾ താല്പര്യപ്പെടാറില്ല. പക്ഷേ ഗൃഹസ്ഥ ജീവിതം ആവശ്യമാണ് എന്ന് കണ്ടു തന്നെയാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നത്. അപ്പം പറഞ്ഞു വരുന്നത്, ആ ഗൃഹസ്ഥ ജീവിതം വളരെ സൂക്ഷ്മമായിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു ചെറിയ ഒരു വീഴ്ച മതി, ഒരു സ്ഫടികം പോലെയാണ്. ആ സ്ഫടികം ചിന്നിച്ചിതറാൻ, ഒരു ചിന്നല് വീഴാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ നമ്മൾ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ ആ ജീവിതം ഭവ്യമായി മംഗളകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗൃഹസ്ഥ ജീവിതവും ആശ്രമ ജീവിതമായിട്ട്, ഗൃഹസ്ഥാശ്രമ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ആശ്രമ ജീവിതം എന്ന് പറയുമ്പം അത് കൺട്രോൾഡ് ലൈഫാണ്. അവിടെ ഭഗവാനെ മധ്യത്തിൽ നിർത്തിയിട്ടാണ് നമ്മുടെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പവിത്രമാണ്. ആ പവിത്രമായ ജീവിതത്തെ നമ്മൾ വളരെ സസൂക്ഷ്മം വേണം കൊണ്ടുപോകാൻ. ഇവിടെ നാരദ മഹർഷി അങ്ങനെ, നാരദൻ ലോകം മുഴുവൻ ഗാനം ചെയ്തു പോകാനായിരുന്നു നാരദ മഹർഷിക്ക് ഇഷ്ടം. അങ്ങനെ പോകുന്നു. അവിടെ ശാപവും പ്രതിശാപവും ഉണ്ടാകുന്നു. അത് പിന്നീട് പറയാം. വീണ്ടും ബ്രഹ്മാവ് വിളിക്കുന്നു. അനാവശ്യമായ യാത്ര നിർത്തിവെച്ചിട്ട് പ്രജകളെ സൃഷ്ടിക്കാൻ, പ്രജാസൃഷ്ടി ചെയ്യാൻ കൽപ്പിച്ചു. നാരദ മഹർഷി പറയും, ശോകമോഹാദികൾ ഉളവാക്കാൻ പര്യാപ്തമായി പ്രജാസൃഷ്ടി നടത്താൻ താൻ നടത്തുകയില്ല, അതിന് ഞാൻ തയ്യാറല്ല. നാരദ മഹർഷി തിരസ്കരിച്ചു. ഭഗവാനെ ഭജിച്ചു കഴിയുവാനും പ്രജാസൃഷ്ടി ഉപേക്ഷിക്കുവാനും നാരദൻ ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയാണ്. അച്ഛൻ ഇതുപോലെ എന്നോട് ആജ്ഞാപിക്കരുത്. ബ്രഹ്മദേവന് വളരെ ദേഷ്യം വന്നു. അങ്ങനെ നാരദ മഹർഷിക്ക് ശാപം കൊടുക്കുന്നുണ്ട്. എപ്പോഴും പാടി നടക്കുന്ന നീ ഒരു ഗന്ധർവനായി മാറട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഉപഭരണൻ എന്ന ഗന്ധർവനായി ഗാനം ചെയ്തുകൊണ്ട് പര്യടനം ചെയ്ത് അങ്ങനെ ലോകമൊക്കെ കറങ്ങി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരിക്കല് കുറെ സ്ത്രീകളും ഒന്നിച്ച് ബ്രഹ്മസദസ്സിൽ പോയി. സുന്ദരിമാരിൽ മനസ്സിലയിക്കാൻ താളം പിഴച്ചുപോയി. അപ്പം വളരെ സസൂക്ഷ്മമാണ് ജീവിതം, നോക്കണം. അങ്ങനെ ബ്രഹ്മാവിന്റെ സദസ്സിൽ തന്നെയാണ് തിരിഞ്ഞു കറങ്ങി വരുന്നത്. അപ്പൊ അവിടെ സ്ത്രീകളും ഒന്നിച്ച് പാടിപ്പോയപ്പോഴത്തേന് ആ മനസ്സിന് ചാഞ്ചല്യമുണ്ടായി, താളം പിഴച്ചുപോയി. ബ്രഹ്മാവ് വീണ്ടും നാരദ മഹർഷിക്ക് ശാപം കൊടുക്കുകയാണ്. നീ ശൂദ്രനായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി ദാസീപുത്രനായിട്ട് ജനിക്കുന്നു. ഇങ്ങനെ മുനിശ്രേഷ്ഠനും വൈഷ്ണവനും പരമഭാഗവതനുമായി തീർന്നു. ലോക പര്യടനത്തിലേക്ക് ഒരിക്കൽ നാരദൻ ഇളാവൃതം എന്ന സ്ഥലത്ത് എത്തി. സ്വർണം വിളയുന്ന ജംബു നദി അവിടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ദിവ്യമായ മണിമാളികകളും കോമളരൂപം പോണ്ട സ്ത്രീ പുരുഷന്മാരുമുള്ള വേദനഗരം കണ്ടു. ദിവ്യരൂപികളാണെങ്കിലും ജനങ്ങൾക്ക് പല അവയവങ്ങൾക്കും നഷ്ടമായോ പരിക്കേറ്റതായോ ആയി കണ്ടു. ചിലർക്ക് കാലില്ല, മറ്റു ചിലർക്ക് കയ്യോ കണ്ണോ ഇല്ല. ചിലരുടെ കാലും കയ്യും നന്നേ ശോഷിച്ചിരിക്കുന്നു, ചിലർക്ക് പല്ലില്ല. ഇങ്ങനെ അംഗവിഹീനരും അംഗഭംഗം സംഭവിച്ചവരുമായ അവരെ കണ്ട് നാരദ മഹർഷി അത്ഭുതപ്പെട്ടു. അവരോട് തന്നെ അതിന്റെ കാരണം അന്വേഷിച്ചു. നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾ ദേവന്മാരോ ഗന്ധർവന്മാരോ കിന്നരന്മാരോ ആണെന്ന് തോന്നുന്നു.
സംഗീതത്തിൽ നല്ല വൈദ്യുഷ്യവും കാണുന്നുണ്ട്. പക്ഷെ ഈ അംഗഭംഗങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സഹതാപം, വിഷമം തോന്നുന്നു. എന്നെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് നാരദ മഹർഷി ഉപായവും പറയുന്നു. അപ്പം നാരദ മഹർഷി പറഞ്ഞത് കേട്ടിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ വേദപുരിയിൽ വാസിക്കുന്ന രാഗങ്ങളാണ്. ആ കണ്ട അവിടുത്തെ സ്ത്രീകള് വേദപുരിയിൽ വസിക്കുന്ന രാഗങ്ങളാണ്. ഞങ്ങൾക്ക് അംഗഭംഗം സംഭവിച്ചതിന്റെ കാരണം നിങ്ങൾ കേട്ടുകൊള്ളുക. ബ്രഹ്മപുത്രനായി നാരദൻ എന്നൊരാളുണ്ട്. അദ്ദേഹം കാലം, താളം, സ്വരം, രാഗം ഇതൊന്നുമില്ലാതെ സദാ പാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങള് വികലാംഗരും അംഗഹീനന്മാരും ആയിത്തീരുന്നത്. ഇത് കേട്ട് വളരെ വിഷമിച്ച് ആശ്ചര്യപ്പെട്ടുകൊണ്ട് വിസ്മിതനായിട്ട് നാരദ മഹർഷി പറയുന്നു, നിങ്ങൾ പരിഹസിക്കുന്ന ആ വ്യക്തി, ആ നാരദൻ എന്ന് പറയുന്നയാൾ ഞാനാണ്. സ്വരഭംഗമില്ലാതെ കാലതാളങ്ങളോടെ ഗാനം ചെയ്യാൻ എന്താണ് വഴി എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ അവര് ഉപദേശിച്ചു കൊടുക്കും. ആ രാഗങ്ങൾ പറയും, മഹാസരസ്വതിയുടെ ശിക്ഷണം നേടിക്കഴിഞ്ഞാലേ വേണ്ട വിധത്തിൽ സംഗീതജ്ഞാനം ഭവിക്കുകയുള്ളൂ എന്ന്. അവരിൽ നിന്ന് പരിഹാരം മനസ്സിലാക്കിയ നാരദ മഹർഷി തപം ചെയ്തു. നാമം ജപിച്ചിരുന്നിടത്ത് നാരദ ശൈലവും ഉത്ഭവിച്ചു. ഒരു ദിവസം സരസ്വതി ദേവി നാരദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സരസ്വതി ദേവി പറഞ്ഞു, അങ്ങ് വളരെ വലിയ മഹാഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ധ്യാനിച്ചിരിക്കുന്നത്? അങ്ങയെ കാണുന്നത് തന്നെ എനിക്ക് ധന്യമാണ് എന്ന് പറഞ്ഞു. സരസ്വതി ദേവിയെ ധ്യാനിച്ചതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നാരദ മഹർഷിയോട് വന്നത് ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനാണ് എന്നുള്ള ആ ഒരു ഗുണം കൊണ്ടാണ്. കണ്ടപ്പോഴത്തേന് നാരദ മഹർഷി സരസ്വതി ദേവിയെ കണ്ടപ്പോഴത്തേനും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സരസ്വതി ദേവിയെ സ്തുതിച്ചു. വന്ദേ സദാഹം കളഹം സൗദ്ഗതേ ചലൽപദേ ചല ചഞ്ചല ചഞ്ചു സംബുടേ നിർദൗത മുക്താഫലഹാര സഞ്ചയാം സംധാരയന്തി സുഭഗാം സരസ്വതി വരാഭയം പുസ്തകവല്ലകീയുതം പരം ദധാന വിമലേ കരദ്വയേ നമാമ്യഹം താം ശുഭദാം സരസ്വതി ജഗന്മയീം ബ്രഹ്മമയീം മനോഹരാം തരംഗിതൗഷമസിതാംഗിതേ പരേ ദേവി സ്വരജ്ഞാനം അതീവ മംഗളേ. അങ്ങനെ സരസ്വതി ദേവിയെ സ്തുതിച്ചു. സരസ്വതി ദേവിക്ക് ഏറെ സന്തോഷമായിട്ട് സരസ്വതി ദേവി നാരദ മഹർഷിക്ക് ഹിന്ദോളം തുടങ്ങി 56 കോടി രാഗങ്ങൾ, ഹിന്ദോളം, മേഘമല്ലാരം തുടങ്ങി 56 കോടി രാഗങ്ങൾ സരസ്വതി ദേവി നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ നാരദ മഹർഷി വലിയ ഒരു സംഗീതജ്ഞനായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ദേവദത്ത എന്ന വീണയും നാരദ മഹർഷിക്ക് സരസ്വതി ദേവി സമ്മാനിച്ചു കൊടുക്കുകയാണ്. ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനായത് കൊണ്ടാണ് സരസ്വതി ദേവി അത്രയും അനുകമ്പയോടെ 56 കോടി രാഗവും. അപ്പം ഈ ലോകത്ത് ഏറ്റവും വലിയ സംഗീതജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സധൈര്യം മുന്നോട്ട് പറയാം, അത് നാരദ മഹർഷിയാണ്, ഭഗവാന്റെ ഭക്തനാണ്, സരസ്വതി ദേവിയുടെ ശിഷ്യനാണ് എന്ന്. അങ്ങനെ വീണ്ടും നാരദ മഹർഷി തന്റെ വൈദഗ്ധ്യം ആരുടെ മുന്നിലാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നാരദൻ ഗന്ധർവ നഗരത്തിലെത്തി. വീണാപരയണനായ നാരദൻ തമ്പുരു എന്ന ശിഷ്യനെ സ്വീകരിച്ചു. ആദ്യമായിട്ട് നാരദ മഹർഷി തമ്പുരു എന്ന ശിഷ്യനെ സ്വീകരിച്ചു.
എന്റെ ഗുണഗണങ്ങൾ വീണയിൽ കീർത്തിച്ചുകൊണ്ട് മനോഹരങ്ങളായ രാഗരൂപങ്ങളെ കേൾപ്പിക്കാനായ ദേവരാജന്റെ സഭയിലെത്തി. അവിടെ ആരും തന്നെ വലിയ പ്രതിപത്തി കാണിക്കാത്തതിനാൽ സൂര്യലോകത്തിലേക്ക് പോയി. നാരദൻ ചെന്ന സമയത്ത് സൂര്യദേവൻ തേരിലേറി പുറപ്പെടാൻ നിൽക്കുന്നത് കണ്ട് അവിടെ നിന്നും കൈലാസത്തിലേക്ക് പോയി. ശിവനെ ധ്യാനനിരതനായിക്കൊണ്ട് സമാധിസ്ഥനായി കണ്ടപ്പോൾ ബ്രഹ്മലോകത്തേക്ക് പോയി. സൃഷ്ടിയിൽ ഏർപ്പെട്ടിരുന്ന ബ്രഹ്മാവ് തന്റെ ആഗമനം ശ്രദ്ധിക്കാൻ വൈമുഖ്യം കാണിച്ചപ്പോൾ പിന്നീട് വൈകുണ്ഠത്തിലേക്ക് പോയി. ഭക്തസംരക്ഷണത്തിന് പോയ മഹാവിഷ്ണുവിനെ അവിടെ കാണാഞ്ഞ് ത്രൈലോക്യത്തിന്റെയും അകത്തും പുറത്തും സഞ്ചരിച്ച ശേഷം ഗോലോക വൃന്ദാവനത്തിലെത്തി. വിരജാ നദി കടന്ന് മനോഹരമായ വൃന്ദാവനത്തിലെത്തി. സർവദാ വസന്തം കളിയാടുന്ന നികുഞ്ചങ്ങളും ഗോവർദ്ധനഗിരിയും കണ്ടുകൊണ്ട് നാരദ മഹർഷി വൃന്ദാവനത്തിലെത്തി. നാരദ തമ്പുരുമാരെ കണ്ട് അവർ ആരാണെന്നും എവിടുത്തുകാരാണെന്നും അവിടുത്തെ ഭഗവാന്റെ സഖിമാർ അന്വേഷിച്ചു. വീണ വായിച്ച് ശ്രീകൃഷ്ണ കീർത്തനം നടത്തുന്ന ഗാനകുശലന്മാരാണ് തങ്ങളെന്നും ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നതായി അകത്തുപോയി അറിയിക്കണമെന്നും നാരദ മഹർഷി പറഞ്ഞപ്പോൾ ദ്വാരപാലികമാർ അവർക്ക് പ്രവേശനം നൽകി. സഖിമാരാൽ പരിവൃതരായി നാരദ മഹർഷിയുടെ കുഞ്ചത്തിന്റെ അങ്കണത്തിൽ വന്ന് ഭഗവാനെ വണങ്ങിക്കൊണ്ട് കീർത്തനാലാപം തുടങ്ങി. ഭഗവാന്റെ കുഞ്ചത്തിൽ ഭഗവാന്റെ അങ്കണത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് നോക്കൂ, നാരദ മഹർഷിക്ക് കിട്ടിയ കഴിവ് ആദ്യമായി പ്രകടിപ്പിച്ചത് ആരുടെ മുന്നിലാണ്? ഭഗവാന്റെ മുന്നിൽ. അതാണ് നമ്മളും പിന്തുടരേണ്ടത്. നമുക്ക് കിട്ടുന്ന കഴിവുകൾ, നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ അതാദ്യം ഭഗവാനിലാണ് പ്രകടിപ്പിക്കേണ്ടത്, ഭഗവാന്റെ മുന്നിലാണ് അവതരിപ്പിക്കേണ്ടത്, ഭഗവാനിലാണ് സമർപ്പിക്കേണ്ടത്. അങ്ങനെ എത്രയോ ഇടത്ത് പോയി. അവിടെ ഒന്നും നാരദ മഹർഷിയെ ഗൗനിച്ചില്ല, അല്ലെങ്കിൽ അവരുടേതായ ജോലികളിൽ മുഴുകിയിരുന്നു. ഇവിടെ വന്നപ്പോൾ, ഗോലോക വൃന്ദാവനത്തിൽ വന്നപ്പോൾ സഖിമാര് അദ്ദേഹം വന്നതായിട്ട്, ഭഗവാന്റെ ഭക്തനായിട്ട് വന്നതായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് പറയുകയും ഭഗവാൻ വിളിക്കുകയും ഭഗവാന്റെ അടുത്ത് പോയി നിന്ന് ആദ്യമായി കീർത്തനം ചൊല്ലുകയും ചെയ്തു. നാരദന്റെ ഭക്തിനിർഭരമായ ഗാനം കേട്ട് അവിടെ അലിഞ്ഞുപോയി, ഭഗവാൻ അലിഞ്ഞുപോയി. ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ അങ്ങ് അലിഞ്ഞുപോയി, പ്രേമപരനായ ജലത്വം പ്രാപിച്ചു. ഭഗവാൻ അങ്ങ് ജലത്വം പ്രാപിച്ചു. ആ ജലമാണ് ഭഗവാന്റെ ദേഹത്തു നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മജലം എന്നറിയപ്പെടുന്നത്. ബ്രഹ്മജലം, അതിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. കൃഷ്ണഗർഭം എന്നറിയപ്പെടുന്ന ഈ ബ്രഹ്മാണ്ടം ജലത്തിലാണ് നിൽക്കുന്നത്. പന്ത് പോലെ അത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ മന്വന്തരത്തിൽ അതിന് പാപകാരിണിയായ ഗംഗ എന്ന് പേര് പറയുന്നു. സ്വർഗത്തിൽ മന്ദാകിനിയും ഭൂമിയിൽ ഗംഗയായും പാതാളത്തിൽ ഭോഗവതിയായും ആ ത്രിപദഗാമിനി അറിയപ്പെടുന്നു. ഗംഗാസ്നാനം ചെയ്യുന്നവന് അശ്വമേധ രാജസൂയാദി യാഗങ്ങളുടെ ഫലം സിദ്ധിക്കുന്നു. അവൻ പാപവിമുക്തനായി വിഷ്ണുലോകം പ്രാപിക്കുന്നു. ഗംഗയെ ദർശിക്കുന്നവന് 100 ജന്മങ്ങളിലെയും ഗംഗാസ്നാനം ചെയ്യുന്നവന് 1000 ജന്മങ്ങളിലെയും ഗംഗാതീർത്ഥം സേവിക്കുന്നതിന് 200 ജന്മങ്ങളിലെയും പാപം നശിക്കുന്നു. അങ്ങനെ നാരദ മഹർഷിയുടെ നാരദോപാഖ്യാന കഥകളും നമ്മൾ കേട്ടു. ഈ നവരാത്രി വേളയില് നമ്മൾ ഭഗവാനെയും സ്മരിക്കണം, സരസ്വതി ദേവിയെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ ഉത്ഭവസ്ഥാനമായ ഭഗവാനെയും, അതിലുപരി ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനും സരസ്വതി ദേവിയുടെ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠനായ ഭക്തനായ നാരദ മഹർഷിയെയും നമ്മൾ ഭജിക്കണം. നാരദ മഹർഷിയുടെ ഇങ്ങനൊരു മുഖം നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നാരദ മഹർഷിയുടെ ഒരു ഫോട്ടോയും നമ്മുടെ ഒരു വീട്ടിലും കാണാറില്ല. ശരിക്കും കല പഠിക്കുന്ന ഒരാള്, സംഗീതം പഠിക്കുന്ന ഒരാള് സരസ്വതി ദേവിയുടെ ഫോട്ടോയോടൊപ്പം ഭഗവാന്റെയും നാരദ മഹർഷിയുടെയും ഫോട്ടോ വെക്കണം. അത്രയും വലിയ ഭക്തനാണ് നാരദ മഹർഷി. 56 കോടി രാഗങ്ങൾ പഠിച്ച
ശ്രേഷ്ഠനായ സരസ്വതി ദേവിയുടെ ഭക്തൻ. ഹരേ കൃഷ്ണ. ഇതാണ് ഈ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിയെക്കുറിച്ചും ലക്ഷ്മി ദേവിയെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും തരാനുള്ള ആ ഒരു സന്ദേശം, ഭക്തനെ കുറിച്ചും തരാനുള്ള സന്ദേശം. സ്മിതമാതാജി, എന്തെങ്കിലും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്? ഞാൻ പറഞ്ഞ സ്റ്റോറി ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നു. ഹരേ കൃഷ്ണ. ഇത് സന്തോഷം. ഹരേ കൃഷ്ണ. 2 റെഫറൻസ് ആണ് ഇതുള്ളത്. ഒന്ന് ബ്രഹ്മ വൈവർത്ത പുരാണം, 2 ഗർഗ ഭാഗവതം. ഇത്രയും വലിയൊരു ഭക്തൻ ആ 56 കോടി രാഗങ്ങളിലെ ഒരു രാഗമെങ്കിലും ഭഗവാനെ വേണമെന്ന് പറയുന്നത് നാരദ മഹർഷിയുടെ ഒരു അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ നാരദ മഹർഷി തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എടുത്ത്, നമുക്ക് വേണ്ടിയിട്ട് സരസ്വതി ദേവിയെ എടുത്ത് റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നേരിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നതിലും അപേക്ഷിക്കുന്നതിലും ഏറെ വിലയുള്ളതാണ് ഭക്തന്മാര് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വാഞ്ചാകൽപതരൂര്യച്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഡോക്ടർ ജി? ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ പാണ്ഡിത്യമില്ല, പ്രത്യേകിച്ച് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഹരേ കൃഷ്ണ. ഇതെല്ലാം നമ്മള് ഇങ്ങനെ തന്നെയല്ലേ അറിയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. പ്രാർത്ഥനകൾ, നല്ല നല്ല കാര്യങ്ങൾ അറിയുകയാണ്. നോക്കൂ, ഇന്ന് രാധാനാഥ് സ്വാമി മഹാരാജിനെ പറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഗോവിന്ദ് അത് മൊത്തവും വായിച്ചു. അടുത്ത ആഴ്ച പ്രസന്റേഷനാണ്. ഭഗവാന്റെ ശീലപ്രഭുപാദരുടെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാധാനാഥ സ്വാമി മഹാരാജ്. ആ ശീലപ്രഭുപാദരുടെ ശിഷ്യനായി എങ്ങനെ വന്നു എന്നുള്ള ചരിത്രം, ആ ഒരു ബയോഗ്രഫി ഗോവിന്ദ്, ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ഒരു സുധീഷ് പോലും പറഞ്ഞു കാണത്തില്ല. ഹരേ കൃഷ്ണ. അപ്പം വിദ്യാജി ഒന്നുമില്ല. താരമാതാജി ഒന്നുമില്ല പ്രഭു. ഒന്നുമില്ല. അപ്പം സിമി മാതാജി വന്നു, സുധീർക്ക് വന്നില്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം കുട്ടികൾ പാടാൻ തയ്യാറായി നിൽക്കുക. സ്മിത മാതാജി സ്നേഹമുണ്ടോ? 8:30 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രഭു ഞാൻ അവിടെ വിളിച്ചു. നോ പ്രോബ്ലം. 8:30 ചന്തു കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്തു ചെറിയ ശ്ലോകം പറയും. ഇപ്പൊ നമുക്ക് എത്ര മണിയായി? ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്കഷൻ പോയിന്റുകൾ ഒരുപാടുണ്ട്. അപ്പം എല്ലാവരുടെയും വീടുകള് ക്ഷേത്രമായി മാറണം. ഈ നവരാത്രി കഴിയുമ്പോഴത്തെ ആ വീടുകളെല്ലാം ഭഗവാന്റെ ആലയം, ഭഗവാന്റെ സ്ഥാനമായിട്ട് മാറണം. എല്ലാ ദിവസവും നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലണം. ആ ധ്യാന ശ്ലോകം ചൊല്ലുന്നതിൽ തന്നെ ഭഗവാൻ വരാൻ വേണ്ടിയിട്ട് ഭഗവാനോടൊപ്പം 33 കോടി ദേവതമാരും നമ്മുടെ വീട്ടിൽ സന്നിധനാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആദ്യം ഗുരുവിനെ സ്മരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെ സ്മരിക്കുന്നു. ഇവരെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കാര്യം ഭഗവാൻ തന്നെയായിട്ട് പോയിട്ടില്ല. മാത്രമല്ല ഭഗവാൻ മുന്നേ പോയിട്ടില്ല. രസം അതാണ്. വൃന്ദാവനം സൃഷ്ടിക്കുമ്പോൾ പോലും ഭഗവാൻ ആദ്യം ഗംഗാനദിയെയും യമുനാ പുളിഞ്ചങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ട്
ഗോപികമാരെയും ദേവന്മാരെയും എല്ലാം വിട്ടു, ബലരാമനെയും വിട്ട്, രാധാറാണിയെയും വിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ യാതൊരു സംശയവും വേണ്ട, 33 ദേവതമാരും സന്നിഹിതരാകും. ഗജേന്ദ്രമോക്ഷത്തിൽ നമ്മൾ വായിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ് ഗജേന്ദ്രമോക്ഷം. ആ ഗജേന്ദ്രമോക്ഷത്തിൽ ഇതേപോലെ പറയുന്നുണ്ട്. ആ ഗജേന്ദ്രൻ ഭഗവാനെ വിളിക്കുന്ന സമയത്ത് 33 ദേവതമാരും ആകാശത്ത് കാത്തിരിക്കുകയാണ്. കാര്യം ഇപ്പം ഭഗവാൻ വരും, ആ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുവലയാപീഠം, ഭഗവാൻ കംസൻ ഭഗവാനെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് തന്നെ കുവലയാപീഠം എന്ന, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, കുവലയാപീഠം എന്ന ആനയെ, വളരെ ഒറ്റയാൻ, മതമിളകിയ ആന എന്നൊക്കെ നമുക്ക് പറയാം, ശക്തിമത്തായ ആനയെ മുന്നിൽ നിർത്തിയിട്ടാണ്. കാര്യം ഭഗവാൻ വരുമ്പോൾ ഭഗവാനെ തട്ടിക്കളയണം, കൃഷ്ണനെ തട്ടിക്കളയണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഭഗവാൻ വരുന്നത് കണ്ടിട്ട് അവിടെയും 33 ദേവതമാരും ആകാശത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കാര്യം എന്തോ അസാധാരണമായ കാര്യം നടക്കാൻ പോവുകയാണ് എന്നവർക്കറിയാം. ശ്രേഷ്ഠമായ കാര്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത്, ആ കൃഷ്ണന്റെ വരവ്, കൃഷ്ണന്റെ വരവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മേലക്ക പൊടിചുറ്റി ചുമൽ വെച്ച് ആനക്കമ്പോളോടെ തീയും കൊടുങ്കാറ്റുമെന്ന വണ്ണം രാമകൃഷ്ണന്മാർ ആ കംസ നഗരിയിൽ പ്രവേശിച്ചു. രസമാണ് കാണാൻ. അപ്പൊ അതിനെക്കുറിച്ച് ഗർഗാചാര്യര് പറയുന്നതാണ്, മല്ലാച്ചമല്ലം ച നരാ നരേന്ദ്രം, മല്ലാച്ചമല്ലം ച നരാ നരേന്ദ്രം, സ്ത്രീയസ്മരം ഗോപഗണാവ്രജേശം, സ്ത്രീയസ്മരം ഗോപഗണാവ്രജേശം, പിതാസുതം ദണ്ഡതരം ഹസന്തോ മൃത്യുഞ്ജ കംസോ അവിഭുതാ വിരാജം, തത്വം പരം യോഗിവരാച്ച ഭോജ ദേവം തദാരംഗഗതം ബലേന പൃഥക് പൃഥക് ഭാവനയ പൃഥക് ഭാവനയാഹ്യ പശ്യത് സർവേ ജനാസ്തം പരിപൂർണദേവം. പരിപൂർണദേവം, ഗർഗമഹർഷി ഭഗവാനെ സ്തുതിച്ചിരിക്കുന്ന പരിപൂർണദേവം എന്നാണ്. മല്ലാച്ചമല്ലം ജനരാ നരേന്ദ്രം, സ്ത്രീയസ്മരം ഗോപഗണാവ്രജേശം, പിതാസുതം ദണ്ഡതരം ഹ്യസന്തോ മൃത്യുഞ്ജ കംസോ അവിഭുതാ വിരാജം, തത്വം പരം യോഗിവരാച്ച ഭോജ ദേവം തദാരംഗഗതം ബലേന പൃഥക് പൃഥക് ഭാവനയാഖ്യ പശ്യത് സർവേ ജനാസ്തം പരിപൂർണദേവം. ഇതേ രംഗം തന്നെ ശ്രീമദ് മഹാഭാഗവതത്തിൽ വ്യാസമഹർഷി വർണ്ണിച്ചിരിക്കുന്നു. അത്രയും ശ്രേഷ്ഠമാണ്. അതാണ് വ്യാസമഹർഷിയും ആ ഒരു രംഗപ്രവേശം, കംസനഗരിയിലേക്ക് കൃഷ്ണബലരാമന്മാർ പ്രവേശിക്കുന്ന ആ രംഗം പറയുകയാണ്. മല്ലാനമശം നിർഗുണാം നരവരഹ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, മല്ലാനമശം നിർഗുണാം നരവരഹ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, ഗോപാനാം സ്വജനോ വസതാം ശിതിഭുജാം ശാസ്താ സ്വവിത്രോ ശിശുഃ, ഗോപാനാം സ്വജനോ വസതാം ശിതിഭുജാം ശാസ്താ സ്വവിത്രോ ശിശുഃ, മൃത്യുർഭോജപദേ വിരാട വിദുഷാം തത്വം പരം യോഗിനാ, മൃത്യുർഭോജപദേ വിരാട വിഭുഷാം വിരാട വിദുഷാം തത്വം പരം യോഗിനാ, വിഷ്ണീനാം ഭരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജഃ, വൃഷ്ണീനാം ഭരദേവതേതി വിദിതോ രംഗം സദസാഗ്രജഃ, മല്ലാനമശം നൃണാം നരവരഹ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, ഗോപാനാം സ്വജനോ വസതാം ശിതിഭുജാം ശാസ്താ സ്വവിത്രോ ശിശുഃ, മൃത്യുർഭോജപദേ വിരാട വിദുഷാം തത്വം പരം യോഗിനാം, വൃഷ്ണീനാം ഭരദേവതേതി വിദിത
രംഗം ഗതസാഗ്രജഹ. വ്യാസമഹർഷി ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശ്ലോകം ഇതാണ്. അത്രയും ശ്രേഷ്ഠമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദേവനഗരമായിട്ട് മാറും, അവിടെ വൃന്ദാവനമായിട്ട് മാറും. ഹരേ കൃഷ്ണ. സ്നേഹ റെഡിയായി അല്ലേ? ഹരേ കൃഷ്ണ ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ഗോകുല തരുണി മണ്ഡലമഹികേ, ഗോകുല തരുണി മണ്ഡലമഹികേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ദാമോദര രാഖി വദനവേശ, ഹരിണേശ്വര വൃന്ദാവനേശ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, വൃഷഭാനുദാദി നവശശിലേഖേ, ലളിത സഖി ഗണരമിത വിശാഖേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, കരുണാം കുരു മയി കരുണാഭരിതേ, സനക സനതന വനിത ചരിതേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ഗോകുല തരുണി മണ്ഡലമഹികേ, ഗോകുല തരുണി മണ്ഡലമഹികേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Radhe Jaya Jaya Madhava Gaite, Radhe Jaya Jaya Madhava Gaite, Gokula Karuni Mandala Mahite, Gokula Karuni Mandala Mahite, Radhe Jaya Jaya Madhava Gaite, 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 Radhe Jaya Jaya Madhava Gaite. Nam Sankirtan ki jai, Shri Prabhupada ki jai, Jai Gaura ki Hare Hare. Sneha, wonderful. Nice. Thank you, Sneha. Hare Krishna, Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna, Hare very good, Krishna. beautiful. സുഖാണോ എല്ലാവർക്കും? Hare Krishna. എല്ലാവർക്കും സുഖമായിട്ടുണ്ടോ? എല്ലാരും സുഖമാണോ? എല്ലാവർക്കും സുഖം. എല്ലാവർക്കും Hare സുഖം. Krishna. സ്നേഹയ്ക്ക് ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ഇല്ല. मम मन मंदिरे रहो निशी दीन कृष्ण मुरारी श्री कृष्ण मुरारी मम मन मंदिरे रहो निशी दीन कृष्ण मुरारी श्री कृष्ण मुरारी मम मन मंदिरे रहो निशी दीन कृष्ण मुरारी श्री कृष्ण मुरारी मम मन मंदिरे रहो निशी दीन कृष्ण मुरारी श्री कृष्ण मुरारी भक्त प्रीति माला चंदन भक्त प्रीति माला चंदन भक्त प्रीति माला चंदन ओ भक्त प्रीति माला चंदन तुमी नियो है नियो चित्तानंदन तुमी नियो है नियो चित्तानंदन जीवन मरण तव पूजे निवेदन जीवन मरण तव पूजा निवेदन सुंदर है मनहारी सुंदर है मनहारी जीवन मरण तव पूजा निवेदन सुंदर है मनहारी कृष्ण मुरारी श्री कृष्ण मुरारी कृष्ण मुरारी श्री कृष्ण मुरारी ईशो नंद कुमार नंद कुमार ईशो नंद कुमार नंद कुमार हबे प्रेम प्रदीपे आरती तोमार हबे प्रेम प्रदीपे आरती तोमार नयन जमुना जरे अनिबार नयन जमुना जरे अनिबार
नयना जमुना जारे अनिबार तुम्हारा विरहे गिरिधारी तुम्हारा विरहे गिरिधारी नयना जमुना जारे अनिबार तुम्हारा विरहे गिरिधारी कृष्ण मुरारी श्री कृष्ण मुरारी कृष्ण मुरारी श्री कृष्ण मुरारी वंदन गाने तब बाजुक जीवना वंदन गाने तब बाजुक जीवना कृष्ण मुरारी श्री कृष्ण मुरारी कृष्ण मुरारी श्री कृष्ण मुरारी मम मन मंदिरे रहो निशीदीन कृष्ण मुरारी श्री कृष्ण मुरारी मम मन मंदिरे रहो निशीदीन कृष्ण मुरारी श्री कृष्ण मुरारी हरे कृष्ण Yes, Kamala, very nice. നന്നായിരുന്നു. ഇതില് ഏത് ഭാഷയാണത്? സംസ്കൃതമായിരിക്കും. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. എന്താ? ബംഗാളി. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി ഗുഡ്, വെരി നൈസ്. ഒരു കാലത്ത് ഭക്തിക്കും ശ്രേഷ്ഠമായിരുന്നു. സുധീഷ് അറിയില്ലേ? ഭക്തിക്കും ശ്രേഷ്ഠമായിരുന്നു, സാഹിത്യത്തിനും ശ്രേഷ്ഠമായ ഒരു സംസ്ഥാനമായിരുന്നു അല്ലേ ബംഗാൾ? അതെ. ഇപ്പോഴും ഭക്തന്മാരും ഭക്തി കൊണ്ട് ബാക്കിയെല്ലാം നശിച്ചു. ഭക്തി മാത്രം ബാക്കിയായി അവിടെ നിൽക്കുന്നു. എന്തോ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ദയ കൊണ്ടാണ് ബംഗാൾ ഇപ്പോഴും അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആസ്ഥാനം നവദ്വീപ് ധാം ആയിട്ട് നിൽക്കുന്നത്. സാഹിത്യത്തിലും എല്ലാം കൊണ്ടും ബംഗാള് ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തില് സമ്പുഷ്ടമായിരുന്നു. ഭാരതത്തിലെ തന്നെ ഏറ്റവും സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ അല്ലേ? പിന്നീട് ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇന്നത്തെ അപജയം സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം പിന്നെ ആകർഷ്, ഹരേ കൃഷ്ണ. ആ, ഘനശ്യാം റെഡിയാവോ ജയ രാധാ മാധവ ചെല്ലാൻ? ഓക്കെ, കേൾക്കുന്നുണ്ടെങ്കിൽ ആകർഷ് ചെല്ലിക്കോളൂ. ആകർഷൊന്നും പറഞ്ഞില്ല. ആകർഷ് പറഞ്ഞില്ല ചെല്ലാൻ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാറുമില്ലല്ലോ. അല്ല, റെഡിയല്ലെന്ന് അടുത്ത ആഴ്ച ആണോ? ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ഇന്ന് മൊത്തം ഇങ്ങനെയാണെന്ന് ഇന്ന് വൈകിട്ട് ഇരുന്നപ്പോഴാണ് ചിന്തിച്ചത്. ഞാൻ ചോദിച്ചോ ഒരു സെക്കൻഡ്. ഹരേ കൃഷ്ണ. വിദ്യാർത്ഥിക്ക് പാടാം. ഹരേ കൃഷ്ണ. നോ ഇഷ്യൂ. പാടിക്കോളൂ. മ്യൂട്ടാണെന്ന്. ഞാൻ ഒന്നും കേട്ടില്ല. ഞങ്ങൾ ആരും കേട്ടില്ല. മ്യൂട്ടാണ്. അല്ലാതെ വിദ്യാജിയുടെ സൗണ്ട് കേൾക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? ഇന്ന് മൗനവ്രതം ആണോ? മൗനവ്രതം ആയിരിക്കണം. അവര് റെഡി ആകുമ്പോഴത്തേന് പാടാം. അപ്പൊ അവർക്ക് തയ്യാറാകാനുള്ള സമയം കൊടുക്കൂ, എന്നിട്ട് പാടിക്കോളൂ. ഞാൻ രണ്ടുപേരും പാടുകയാണെങ്കിൽ എന്റെ കൂടെ എല്ലാരും പാടണം.
ഈ റിപ്പീറ്റേഷൻ എന്താ അറിയാമോ, എല്ലാരും ഒരുപാട് നടക്കത്തില്ല വെർച്വൽ, അതുകൊണ്ടാണ്. ഓക്കെ, ചൊല്ലിക്കൊള്ളേണ്ട വരി. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ, നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ, ഭക്തഹൃദയമന്ദാര ഭാനുകോടി സുന്ദര, ഭക്തഹൃദയമന്ദാര ഭാനുകോടി സുന്ദര, നന്ദ നന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ, നന്ദ നന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ. മണിലാൽ പ്രഭു മ്യൂട്ടിലാട്ടോ. തുടങ്ങാം ആകാശ് തുടങ്ങാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രതന മന്ദിര മനോഹര, 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 आवृत कालिंदी रे राजा हंस केलिकारे, ताहे शोभे कनक कमला, आवृत कालिंदी रे राजा हंस केलिकारे, ताहे शोभे कनक कमला, वृंदावन रम्यस्थान दिव्य चिंतामणि धाम रतन मंदिर मनोहर, मध्ये हेमपीत अष्टदले वेष्टित अष्टदले प्रधान नायिका, मध्ये हेमपीत अष्टदले वेष्टित अष्टदले प्रधान नायिका, मध्ये रत्नसाने बसिया जाने श्याम संगे सुंदरी राधिका, मध्ये रत्नसाने जाने श्याम संगे सुंदरी राधिका, वृंदावन रम्यस्थान दिव्य चिंतामणि धाम रत्न मंदिर मनोहर, रूपलाभन्य राशि अमीय परिचय काशी हस्य परिहस संदर्शने,
Urubala-bhanya-rasi Amiya-pariche-kasi Asya-ruri-rasa-sambhashane Narottama-dasa koi Nitya-lila-sukhamoy Sadai-spurat-mora-mane Narottama-dasa koi Nitya-lila-sukhamoy Sadai-spurat-mora-mane Vrindavana-ramyastan Divya-chinta-mani-dhamma-ratana-mandira-manohara Vrindavana-ramyastan Divya-chinta-mani-dhamma-ratana-mandira-manohara Vrindavana-ramyasthana Divya-chinta-mani-dhamma-ratana-mandira-manohara Vrindavana-ramyasthana Divya-chinta-mani-dhamma-ratana-mandira-manohara Hare Krishna. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം അടുത്തത് കൊള്ളാം, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സ്മിത മാതാജി പാടാം. എന്താ പ്രഭു പറഞ്ഞു? പാടാമെന്ന്. തീർച്ചയായിട്ടും ഞാൻ പാടുന്നില്ല പ്രഭു. പാടിക്കോളൂ, പഴയത് തന്നെ പാടിക്കോളൂ. മറ്റേ മോനെവിടെ? എന്തോ നെറ്റിന്റെ ട്രബിൾ ഉണ്ടായിരിക്കാം. അത് ശരി. പാടിക്കോളൂ. നമുക്ക് കൗണ്ട് ഡൗൺ ആകുന്നു, അപ്പം പാടാം. മാതാജി വൈഷ്ണവ ഠാക്കൂർ കൊറേ നാളായി മാതാജിയുടെ പാട്ട് കേട്ടിട്ട്. മാതാജി അടുത്ത ആഴ്ചക്ക് ഞാൻ റെഡി ആയിരിക്കാം. ഈ ആഴ്ച അത് പ്രാക്ടീസ് ചെയ്യണം. കൊറേ ആയി ഞാനും പാടിയിട്ട്. മാതാജിക്ക് അതിന്റെ ആവശ്യമില്ല പ്രാക്ടീസ് ഒന്നും. മാതാജി നന്നായി പാടും. അതെ, അറിയാമല്ലോ മാതാജി. സ്റ്റാർട്ട് ചെയ്തോളൂ. കൃഷ്ണ മ്യൂട്ടാണ്. പ്രഭു ഞാൻ ലിറിക്സ് നോക്കുകയാണ്. ഓക്കെ. സ്മിതാജിയുടെ ഒരു ഇപ്പൊ ഉള്ള ഉണക്കം ഒന്ന് പാടിയിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് ഒന്നുകൂടെ പാടാം. അതെ അതെ, അല്ലേ മീരാജി പാടും കേട്ടോ. മീരാജി പാടട്ടെ പ്രഭു, കൊറേ ദിവസമായി പാടി കേട്ടിട്ട്. പാടിക്കോളൂ. ഇല്ല മാതാജി പാടൂ, ഞാൻ പിന്നെ പാടാം മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ വൈഷ്ണവ ഠാകുരാ ദയാ സാഗരാ വേദാസ്തേ കരുണ കോരി. ഹേ വൈഷ്ണവ ഠാകുരാ ദയാ സാഗരാ വേദാസ്തേ കരുണ കോരി. दिया पद छाया छोड़ो माया तुम्हारा चरण डोरी. दिया पद छाया छोड़ो माया तुम्हारा चरण डोरी. वैष्णव ठाकुरा दया सागरा वेदासे करुणा कोरी.
हे वैष्णव ठाकुरा दयार सागरा हे दासे करुणा कोरी क्षय वेग दोमी क्षय दोष शोधी क्षय गुण देहो दासे क्षय वेग दोमी क्षय दोष शोधी क्षय गुण देहो दासे क्षय सत्संगा देहो ए हमारे बोसे ची संगेराशे क्षय सत्संगा देहो ए हमारे बोसे ची संगेराशे हे वैष्णव ठाकुरा दयारा सागरा हे दासे करुणा कोरी हे वैष्णव ठाकुरा दयारा सागरा हे दासे करुणा कोरी एकाकी हमारा नहीं पाया वाला हरि राम संकीर्तने एकाकी हमारा नहीं पाया वाला हरि नाम संकीर्तने तुम्ही कृपा कोरी श्रद्धा बिंदु दिया देहो कृष्ण नाम धने तुम्ही कृपा कोरी श्रद्धा बिंदु दिया देहो कृष्ण नाम धने हे वैष्णव ठाकुरा दयार सागरा हे दासे करुणा कोरी हे वैष्णव ठाकुरा दयार सागरा हे दासे करुणा कोरी कृष्ण से तुम्हारा कृष्णा दीते पारो तुम्हारा शक्ति आचे कृष्ण से तुम्हारा कृष्ण दीते पारो तुम्हारा शक्ति आचे आमी तो कंगाला कृष्णा कृष्णा बोली दाही तव पाचे पाचे आमी तो कंगाला कृष्णा कृष्णा बोली दाही तव पाचे पाचे हे वैष्णव ठाकुरा दयारा सागरा हे दासे करुणा कोरी हे वैष्णव ठाकुरा दयारा सागरा हे दासे करुणा कोरी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण ഹരേ കൃഷ്ണ. ഇതായിരിക്കും നീ പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല ഇതിനു വേണ്ടി. ഹരേ കൃഷ്ണ. ഡോക്ടർജി ഒരു കാലത്ത് ഇവരൊക്കെ ആയിരുന്നു താരങ്ങൾ കേട്ടോ. പിന്നല്ലാതെ വലിയ താരങ്ങളാണ് ഇവരൊക്കെ ഒരു കാലത്ത് ഇവരൊക്കെ ആയിരുന്നു താരങ്ങള്.
അല്ല ഇപ്പോഴും താരല്ലേ മണിലാൽജി? അതെ അതെ, ബാക്കിയുള്ള എല്ലാവരും അന്നേരം ശിശുക്കളായിരുന്നു. ഒരു കത്തിക്കയറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കത് ചെറിയ ട്രെയിനിങ് ഒക്കെ തന്നല്ലേ ഞങ്ങൾ കോറസ് പാടാൻ കൂടാ കേട്ടോ. കേട്ടില്ലേ? ഞങ്ങൾക്കൊരു ചെറിയ ട്രെയിനിങ് തരണം, ഞാൻ ഒരു കോറസ് ആയിട്ട് പാടാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും തീർച്ചയായും പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ചന്തു എത്തി. ഹരേ കൃഷ്ണ, സ്വാഗതം. ചന്തുവിന്റെ പാട്ട് കേട്ടിരുന്നു ഇപ്പൊ ഞാൻ. ഓക്കെ, തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ, സമയം കളയണ്ട. ഓക്കെ. नमस्ते जगद्धात्री सद्ब्रह्मरूपे नमस्ते हरूपेन्द्रदात्राधिवन्द्ये नमस्ते प्रपन्नेष्टदानैकदक्षे नमस्ते महालक्ष्मी कोलापुरीशी विधिकृत्तिवासा हरिर्विश्वमेतत् सृजत्यत्तिपातेति प्रसिद्धं कृपालोकनाथे अधे शक्तिरूपे नमस्ते महालक्ष्मी कोलापुरीशी त्वया मायया व्याप्तमेतत् समस्तं धृतं लीकया देवी कुक्षो हि विश्वं हितं बुद्धिरूपेण सर्वत्र जन्तौ नमस्ते महालक्ष्मी कोलापुरेशी यया भक्तवर्गा हि लक्ष्यन्त एति त्वयात्र प्रकामा कृपा पूर्णदृष्ट्या अधोगीयसे देवी लक्ष्मीरिधि त्वं नमस्ते महालक्ष्मी कोलापुरेशी हरे सादिदेहोदतेजोमय प्रस्फुरच्चक्रराजाक्यलिङ्गस्वरूपे महायोगी कोलाहि हृत्पद्मगेः नमस्ते महालक्ष्मी कोलापुरेशी नमः शङ्खचक्राभयाभीष्टहस्ते नमस्ते अम्बिके गौरी पद्मनस्ते नमः स्वर्णवर्णे प्रसन्ने शरण्ये नमस्ते महालक्ष्मी कोलापुरेशी नमस्ते महालक्ष्मी कोलापुरेशी नमस्ते महालक्ष्मी कोलापुरेशी. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. ചന്തു മനോഹരം. ചന്തുവിന്റെ സൗണ്ട് കേൾക്കുന്ന കുറച്ച് നാൾ കൂടിയാണ് കേട്ടോ. മറ്റേ കൂടെ കേൾക്കുമായിരുന്നു എപ്പോഴും. ഇപ്പൊ ഒത്തിരി നാൾ കൂടിയാണ് കേൾക്കുന്നത്. പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണോ? അതെ, എക്സാംസ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളെ പരിപാടി ഇന്ന് വളരെ സജീവമായി, എല്ലാരും പാടിയതോടുകൂടി. ഇനി നമുക്ക് ഇങ്ങനെ ആക്കിയാലോ എന്നാണ് തോന്നുന്നത്. ഹരേ കൃഷ്ണ. സ്നിഗ്ധ ഇപ്പൊ ബിസി ആയിരിക്കും ആക്ടിവിറ്റീസ് അല്ലേ? ഹരേ കൃഷ്ണ. പിറന്നാൾ അടുക്കാറായി എന്റെ ഉഷാറിലായിരിക്കും അല്ലേ സ്നിഗ്ധ കുട്ടി? ഹരേ കൃഷ്ണ. ഒരു വയസ്സ് ആകാറായോ സുമ? ഈ 10 മാസം ആയോ? ഡിസംബർ 10. ഡോക്ടർജിയുടെ പേരക്കുട്ടി ഉഷാറായിരിക്കണോ? പേരക്കുട്ടി ഉഷാറായിട്ടിരിക്കുന്ന. മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഏതായാലും ഗോപി പ്രഭു എവിടെ പോയി? ഗോപി പ്രഭു ഒന്ന് വേഗം സൈഡായി ഉറങ്ങി. പാടാൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണോ? എന്തായാലും ഗോപിപ്രഭുവിനെ പാടാൻ വിളിക്കൂല. ഗോപിപ്രഭുവിനെ നമ്മൾ പ്രസാദം കഴിക്കാനേ വിളിക്കത്തുള്ളൂ.
പ്രഭു പ്രസാദം ഉണ്ടായിരുന്നെങ്കിൽ പ്രഭു ഉറങ്ങില്ലായിരുന്നു. ഇതിപ്പോ അതെ. വെർച്വൽ ആയതുകൊണ്ട് പ്രസാദം ഒന്നും കിട്ടാനില്ലാണ്ടായി പോയില്ലേ. ഹരേ കൃഷ്ണ. ക്ഷീരം മഹാവിഷ്ണു ജലന്തം സർവതോന്മുഖ നരസിംഹം ഭീഷണം ഭദ്രം മുത്തിർമുത്തി നമാമികം ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മാമുഖ ജയ പത്മഭംഗ വിഘ്ന വിനാശ നരസിംഹ ഭഗവാൻ की जय नरहरि की जय प्रहलाद महाराज की जय वंशाकल्पतरुभ्य चक्रवासिन्धुभ्य वच पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः एकं शास्त्रं देवकी पुत्रगीतम् एको देवो देवकी पुत्रैव एको मन्त्रस्य नामानि यानि कर्मापि एकं तस्य देवस्य सेवा. हरे कृष्ण. നമുക്ക് ഓക്കെ 5 4 3 2 1 0 dim